അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് എടുക്കേണ്ടത്, പിന്നെ എങ്ങനെയാണ് നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് BST ആണ്. കാരണം ലിങ്ക്ഡ് ലിസ്റ്റിലും അതേപോലെ തന്നെ സ്റ്റാക്ക് ആൻഡ് ക്യൂവിലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് എടുക്കേണ്ടതെന്ന് അറിയാം. പക്ഷേ BSTയിൽ കൺഫ്യൂഷൻ വരും. ഇപ്പം ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് BSTൻ്റെ ഇന്നോർഡറാണ്. ഞാൻ ഓൾറെഡി കോഡ് കണ്ട ഇവിടെ ഓൾറെഡി അടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇത് ഇന്നോർഡറാണ്, BSTൻ്റെ ഇന്നോർഡറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ കോഡിൽ. ഇപ്പോൾ ഇന്നോർഡറിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് എടുക്കുകയെന്ന് പറയാം. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്ത് അറിയാലോ, ജി എഡിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫയൽ നെയിം ഞാൻ ഇവിടെ BSTT എന്നാണ് കൊടുത്തിരിക്കുന്നത്. .c കൊടുത്തപ്പോൾ ഫയൽ ഓപ്പൺ ആയി. പിന്നെ ഇപ്പോൾ ഞാൻ ഫയലിൽ നിന്ന് പുറത്താക്കി സേവ് കൊടുത്തതിന് ശേഷം കണ്ട ഇവിടെ ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് നിങ്ങൾ Ctrl+C കൊടുക്കണം. Ctrl+C കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് അത് പോകും. കണ്ടില്ലേ, അടുത്ത ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് GCC ആണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കമ്പൈൽ ചെയ്യണം. അപ്പോൾ GCC ഫയൽ നെയിം എന്താണ്, BSTT എന്നല്ലേ. അപ്പോൾ BSTT.c എന്ന് കൊടുത്താൽ ഇങ്ങനെ അടുത്ത ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ എറർ ഇല്ല എന്നർത്ഥം. അത് നിങ്ങൾക്ക് അറിയാം. ഇനി ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ./a.out. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട BST ഇന്നോർഡറിൽ ആദ്യം എൻറ്റർ നമ്പർ എന്നാണ് ചോദിക്കുന്നത്. ഈ എൻറ്റർ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര നമ്പറാണ് നിങ്ങൾ കൊടുക്കാൻ താല്പര്യക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ 10 ഞാൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര നമ്പറിന് ഇൻപുട്ട് ചെയ്യേണ്ടി വരും, 10 നമ്പർ ഇൻപുട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ കണ്ട എൻറ്റർ ഐറ്റം എന്ന് ചോദിക്കും. 5 നമ്പർ ഞാൻ എന്ത് ചെയ്യണം, 5 നമ്പർ ഞാൻ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. എപ്പോൾ ഈ എൻറ്റർ നമ്പറിൻ്റെ അവിടെ ഞാൻ കൊടുക്കുന്ന നമ്പറിനനുസരിച്ച് ഞാൻ അത്രയും നമ്പർ എന്ത് ചെയ്യണം, കൊടുക്കണം. ഇപ്പോൾ ഞാൻ 5 കൊടുത്തത്, അപ്പോൾ 5 നമ്പർ ഞാൻ കൊടുക്കണ്ടേ. അപ്പോൾ എന്താ പറയുക, 36, 96, 100, 150 ഇങ്ങനെ കുറേ 1200. ഇപ്പോൾ 5 നമ്പർ ഞാൻ കൊടുക്കണം. 4 നമ്പറായി. ഇപ്പോൾ 85. കണ്ട ഇൻ ഓർഡർ ട്രാവേഴ്സിൽ കറക്റ്റായിട്ട് കണ്ട അസെൻഡിങ് ഓർഡറിൽ വന്നത് കണ്ട, ചെറുത് വലുത് കണ്ട, ഓർഡർ കണ്ട, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കറക്റ്റാണ്. ഇവിടെ 10 ഒന്നും കൊടുക്കണ്ട. എക്സാമിൽ 10 കൊടുത്തിട്ട് നിങ്ങൾ 10 നമ്പർ അടിച്ചുകൊണ്ടിരിക്കേണ്ട, വെറുതെ ഔട്ട്പുട്ട് എഴുതി സമയം കളയണ്ട. ഇങ്ങനെ 5 കൊടുത്താൽ മതി നമ്പർ. BSTയിൽ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നം വരും. ഇനി അടുത്തത് ഞാൻ സ്മോളസ്റ്റ് കാണിക്കാം. സ്മോളസ്റ്റിൻ്റെ ഫയലിൻ്റെ പേര് ഞാൻ BST2 എന്നാണ് വെച്ചിരിക്കുന്നത്. കണ്ട, എന്നിട്ട് ഇത് ഞാൻ റൺ ചെയ്യാം. എൻറ്റർ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എത്ര, എനിക്ക് 5 എണ്ണം മതി ആസ് യൂഷ്വൽ. ഇനി എത്ര നമ്പർ കൊടുക്കണം, ഞാൻ 5 നമ്പർ കൊടുക്കണം. ഏതൊക്കെ കൊടുക്കാം, 96, 25, 63, 102, 5, 58. ഓക്കെ. ഇപ്പോൾ ഏതാണ് സ്മോളസ്റ്റ്? കണ്ട സ്മോളസ്റ്റ് ഏതാ വന്നത്, 25 ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ. ഇനി അടുത്തത് ലാർജസ്റ്റ് ആണെങ്കിൽ BST3 ഞാൻ ഫയൽ നെയിം കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓപ്പൺ ആയി. കണ്ട എൻറ്റർ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 89, അതേപോലെ തന്നെ 24, 78, 100 ഇങ്ങനെയൊക്കെ ഞാൻ കൊടുക്കാം. 89 ഞാൻ കൊടുത്തത് അറിയണ്ട. കണ്ട ഞാൻ തെറ്റിച്ച് കണ്ട. എൻറ്റർ നമ്പറിൻ്റെ അവിടെ തന്നെ 89 കൊടുത്തു. അപ്പോൾ ഞാൻ 89 നമ്പർ അടിക്കേണ്ടി വരും. സോറി കേട്ടാ, 5 ഇതുപോലെ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവും. അപ്പം 5 എന്നിട്ടാണ് നമ്പർ ഇൻപുട്ട് ചെയ്യേണ്ടത് കേട്ടോ. കണ്ട ഏറ്റവും ലാർജസ്റ്റ് കണ്ട 33,333. കാരണം 2 പ്രാവശ്യം ഞാൻ ഒരേപോലെ കൊടുത്തു. ഒന്നും കൂടി കാണിക്കാം. എൻറ്റർ നമ്പർ 5, 68, 96, 35, 25, 1000. കണ്ട 10,000 ലാർജസ്റ്റ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഔട്ട്പുട്ടും എന്താ പറയുക ഫയൽ കമ്പൈലും ചെയ്യണം. കണ്ട നമ്മൾ തെറ്റിക്കണ പോലെ ഇവിടെ ഈ എൻറ്റർ നമ്പറിൻ്റെ അവിടെ ഞാൻ 89 കൊടുത്തപ്പോൾ അവസ്ഥ എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം കമ്പൈൽ ചെയ്യാൻ റൺ ചെയ്യാം. ഓക്കെ.